ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് പതിവിലും വ്യത്യസ്തമായിട്ട് ഒരു ബേക്കറിയിലേക്കാണ് യാത്ര. തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് ഒരു ഷെയ്ക്ക് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ബോബ എന്നാണ് പേര്. നമ്മുടെ ടപ്പിയോക്ക, അതായത് കപ്പ, അതിന്റെ സ്റ്റാർച്ച് ഉപയോഗിച്ച് വരുന്ന ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചാണ് ഈ ഒരു ഷെയ്ക്ക് ഉണ്ടാക്കുന്നത്. പലവിധ ഫ്ലേവേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇതിന്റെ വിശേഷങ്ങൾ അറിയാനാണ് ഇന്നത്തെ യാത്ര. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സിറ്റിയിൽ വന്നിട്ട് നമുക്ക് ഒത്തിരി നാളായി. പക്ഷേ ഈ ബാലരാമന് നമ്മൾ മീന ബേക്കറി ആൻഡ് റെസ്റ്റോറന്റിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടപ്പിയോക്ക പേൾസ് എന്ന് പറയുന്നത്, ബോബ. ഇതിനെ ബോയിൽ ചെയ്തിട്ടാണ് നമ്മുടെ ആ ഡ്രിങ്കും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ബോയിൽ ചെയ്യണം. ഇതിനാ ടൈം ബോയിൽ करना है. നമ്മളിത് ഒത്തിരി ബോയിൽ ചെയ്ത് എന്തായാലും വെക്കത്തില്ല. ഒരു ദിവസം എത്രയാണ് ആവശ്യം അത് മാത്രമേ ബോയിൽ ചെയ്യാറുള്ളൂ. പിന്നെ തീരുന്ന അനുസരിച്ച് മാത്രമേ രണ്ടാമത് ബോയിൽ ചെയ്ത് വെക്കത്തുള്ളൂ. ബോയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് 20 to 25 മിനിറ്റ്സ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വേണം റിൻസ് ചെയ്യാൻ. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ മാംഗോ മാനിയാണ്. മാംഗോ മാനിയെ വെച്ചിട്ടുള്ള ബോബ ഡ്രിങ്ക് ഇപ്പോൾ കാണിച്ചു തരാം. മാംഗോ മാനി ഉണ്ടാക്കുമ്പോഴത്തേക്കുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിതിൽ ഷുഗർ ആഡ് ചെയ്യണം. പിന്നെ നമ്മുടെ ഫ്രോസൺ മിൽക്ക് ഒത്തിരി നല്ലൊരു ബീറ്റ് ചെയ്തിട്ടുള്ള പാലായിരിക്കണം ഇടേണ്ടത്. പിന്നെ മാംഗോ മലാസിന്റെ മാംഗോ ക്രഷ് എടുക്കണം. പിന്നെ ഐസ്ക്രീം, വാനില ഐസ്ക്രീം. ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ എടുത്തിരുന്നത് മാംഗോയുടെ ടോപ്പിംഗ് ജെല്ലിയാണ്. ഇത് ടോപ്പിംഗ് ജെല്ലിയാണ്, മാംഗോയുടെ നൈറ്റാണ്. നല്ല സംഭവം അത്. ഇതും കൂടി ഇടുമ്പോഴാണ് കറക്റ്റ് ആ ഡ്രിങ്കിന്റെ ആ ഒരു പെർഫെക്ഷൻ നമുക്ക് വരുന്നത്. മാംഗോ മാനിയ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. കണ്ട കണക്ക് തന്നെ വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. പക്ഷെ നല്ല ടേസ്റ്റുമാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. അങ്ങനെ നമ്മുടെ ബോബയുടെ മാംഗോ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഷേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന് മേക്ക് ചെയ്യുന്ന രീതിയൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പൊ നമുക്കിനി ഇത് കുടിച്ചു നോക്കാം. ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ കപ്പയുടെ സ്റ്റാർച്ച് ആണ്. അപ്പൊ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ മെയിനായിട്ട് വരുന്നത് മിൽക്കിന്റെയും മാംഗോയുടെയും ഫ്ലേവർ ആണ്. പിന്നെ നമുക്ക് ചോക്കോ ചിപ്സ് കടിക്കാൻ കിട്ടും പോലെ തന്നെ ഈ ഒരു ടപ്പിയോക്കയുടെ സ്റ്റാർച്ചിന്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടും. അപ്പൊ ഇതിൽ കിടക്കുന്നത് ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് ടപ്പിയോക്കയുടെ സ്റ്റാർച്ച്. അപ്പൊ ഇങ്ങനെ ഒരു ഐറ്റം ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്.
ഇതിന്റെ പേര് ബോബ എന്നാണ്. അധികം ഫെമിലിയർ ആയിട്ടില്ലാത്തൊരു ഐറ്റമാണ്, പക്ഷേ ടേസ്റ്റ് വൈസ് നല്ലൊരു ടേസ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ നാടൻ കപ്പയിലും നമുക്ക് ഇങ്ങനെ ഒരു ഷെയ്ക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ഒരു രീതിയാണ് കാണുന്നത്. അപ്പോൾ ഷെയ്ക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അറേബ്യൻ നാടുകളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ള ഒരു ഡ്രിങ്ക് ഐറ്റമാണ്. അതിൽ തന്നെ പല വെറൈറ്റീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനൊരു ഐറ്റം നിങ്ങളും ഇത് ആദ്യമായിട്ടായിരിക്കും കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എന്തായിരുന്നാലും ആദ്യമായിട്ടാണ് കാണുന്നത്. വേറെ ഒരിടത്തും അല്ലാട്ടോ, നമ്മുടെ ബാലരാമപുരത്താണ്, തിരുവനന്തപുരം ബാലരാമപുരത്താണ്. മീന ബേക്കറി എന്നാണ് ഈ ഒരു ബേക്കറിയുടെ പേര്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബേക്കറിയാണ്. ബാലരാമപുരം ജംഗ്ഷനിൽ തന്നെയാണ് ഈ ഒരു ബേക്കറി വരുന്നത്. അപ്പോൾ ഇവിടെ ഇത് മാത്രമല്ല, പല വെറൈറ്റീസും ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ തൽക്കാലം ഈ ഒരു മാംഗോ ഫ്ലേവറിന്റെ ബോബയാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. ബാക്കി ഇവിടെ പിടിക്കാം. ഈ ഒരു മാംഗോ ഫ്ലേവർ എന്ന് പറയുമ്പോൾ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഈ ഒരു മിൽക്കിന്റെ കൂടെ ഈ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ദാഹിച്ചൊക്കെ വരുന്നവർക്ക് നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ്. ഐറ്റം എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ നല്ല ഒരു ഡ്രിങ്ക് ആണ്. എന്താണേലും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണം. ഇപ്പൊ ട്രിവാൻഡ്രത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്താണേലും നമ്മുടെ ബാലരാമപുരത്ത് മീന ബേക്കറിയിൽ എന്തായാലും ഇതുണ്ട് കേട്ടോ. അപ്പൊ കുടിക്കണം എന്നുള്ളവരെ, ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും വന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്, പറ്റിയൊരു സ്പോട്ടുമാണ്. അപ്പൊ ഇത് മാത്രമല്ല, ഇതുപോലെ പല വെറൈറ്റീസും നമ്മുടെ ഈ ഒരു ബാലരാമപുരത്ത് മീന ബേക്കറി എന്ന് പറയുന്ന ഈ ഒരു സ്പോട്ടിൽ നമുക്ക് കിട്ടും. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനമാണ്, നിങ്ങളും കണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇതുപോലെ പല വെറൈറ്റീസ് ആയിട്ടുള്ള ഒരു ഡിഷസും ഇവിടെ ഈ ഒരു ബേക്കറിയിലുണ്ട്. ഇവിടെ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നവർക്ക് ഈസിയാണ്. ബാലരാമപുരത്ത് എത്തുന്നതിന് മുന്നേ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് ഈ ഒരു മീന ബേക്കറി എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത നല്ലൊരു സ്പോട്ടായിട്ട് നമുക്ക് കാണാം. ബൈ.